അപ്പൊ ഭഗവാൻ പറയാ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടും അവരവർ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. നോക്കൂ എന്ത് രസമായിട്ടാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് അർജുനനോട് തുടക്കത്തിൽ പറയണത്, ഞാൻ തന്നെ പറയും അശ്വത്ഥാമാവിനെ കൊല്ലെന്ന്, ഞാൻ തന്നെ പറയും കൊല്ലണ്ടെന്ന്, നീ ആലോചിച്ച് തീരുമാനിക്കണം. അത് ഭഗവാന്റെ രീതിയാണ്. അവിടെ നമ്മൾ നമ്മുടെ യുക്തി ആലോചിക്കണം. അതുകൊണ്ട് അർജുനൻ എന്ത് ചെയ്തു, അയാളെ മുടിയൊക്കെ കുറച്ച് അവിടെ ഇവിടെ മടിച്ചിട്ട് പുള്ളിയും ചുട്ടിയൊക്കെ കുത്തിയിട്ട് പുള്ളിയെ പറഞ്ഞു വിട്ടു. അപ്പൊ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്നുള്ള മാതിരി ആക്കി. ഭഗവാൻ സ്ഥിരം നമ്മളോട് ഇത് ചെയ്യും. നമ്മളോട് ഒരിക്കലും ഇത് ബ്ലാക്ക് ചെയ്ത് വൈറ്റ് എന്ന് ഭഗവാൻ പറയില്ല. ദിസ് ഈസ് റൈറ്റ്, ദിസ് ഈസ് റോങ് എന്ന് ഭഗവാൻ പറയില്ല. നമുക്ക് വിവേചന ബുദ്ധി ഇട്ട് തന്നിരിക്കുന്നു. പൂർവ്വകർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മൾ പലതും അനുഭവിക്കും, നല്ലത് അനുഭവിക്കും, ചീത്ത അനുഭവിക്കും. അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ആ പ്രതികരണങ്ങൾ നമ്മുടെ അടുത്ത കർമ്മങ്ങൾക്കുള്ള വിത്തിടുകയും ചെയ്യും. അദ്ദേഹം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ അദ്ദേഹത്തിനെ കൂട്ടുപിടിച്ചാൽ അദ്ദേഹം ഈ കണ്ണി തട്ടേണ്ടതിനെ പുരികത്തിൽ തട്ടിച്ചു വിടും. ഭാഗ്യം വരുമ്പോൾ അമിതമായിട്ട് ആഹ്ലാദിക്കാൻ സമ്മതിക്കൂല. ഫർദർ കർമ്മം ഉണ്ടാക്കുന്നത് ഭഗവാൻ കുറച്ച് കുറച്ച് കൊണ്ടുവരും. എത്രത്തോളം ശരണാഗതി പ്രാക്ടീസ് ചെയ്യണോ അത്രത്തോളം ശുദ്ധി അദ്ദേഹം തരും.